ഓ, എന്തൊരു തണുപ്പാ. എന്താ ഇവിടെ നിന്നല്ലേ? PTR എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ചിലരെ കണ്ടിട്ടുണ്ടാവും. പെരിയാർ ടൈഗർ റിസർവ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതായത് കടുവ സംരക്ഷണ കേന്ദ്രം, പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഈ സാഹചര്യത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പെരിയാർ ടൈഗർ റിസർവിൻ്റെ 75ാം വാർഷികമാണ്. 1950 ഈ ടൈഗർ റിസർവ് വന്നത് തന്നെ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്, കാണാനുണ്ട്. പീരുമേട് താലൂക്കിൽ പെരിയാർ തടാകത്താൽ ചുറ്റപ്പെട്ടാണ് ഈ പ്രദേശം. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ പ്രകൃതിദത്ത വനം വെള്ളത്തിൽ മുങ്ങി. കാടിന്റെ നടുവിൽ വെള്ളം അടിഞ്ഞുകൂടാൻ തുടങ്ങിയതോടെ വന്യമൃഗങ്ങൾ കുളത്തിലേക്ക് വരാൻ തുടങ്ങി. അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ 1899 തന്നെ പെരിയാർ തടാക തീരത്തെ വനപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പെരിയാർ ലേക്ക് റിസർവ് രൂപീകരിച്ചു. അങ്ങനെ ഈ പ്രദേശം 777 ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. വലിപ്പം വർദ്ധിച്ചതോടെ വന്യജീവി സങ്കേതത്തിന്റെ പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നാക്കി മാറ്റി. തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ഒരു പഠനം നടത്തി. കടുവകളുടെ ആവാസ കേന്ദ്രമാണ് ഈ സങ്കേതം എന്ന് നിഗമനം ചെയ്തു. കടുവകളെ സംരക്ഷിക്കുന്ന എല്ലാ വനങ്ങളെയും ദേശീയോദ്യാനം എന്ന് നാമകരണം ചെയ്യാൻ ഇന്ത്യ സർക്കാർ തീരുമാനിച്ചപ്പോൾ 1982 പെരിയാർ വന്യജീവി സങ്കേതത്തിന് ദേശീയോദ്യാനം എന്ന പേര് ലഭിച്ചു. അതിനുശേഷം വനമേഖലയുടെ 350 ചതുരശ്ര കിലോമീറ്റർ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1972 വെറും 15 കടുവകൾ മാത്രമേ ഈ വന്യജീവി സങ്കേതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 1989 എണ്ണം 45ആയി വർദ്ധിച്ചു. കടുവകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും കടുവയെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. കടുവകൾക്ക് വളരെയധികം കേൾവിശക്തിയുള്ളതിനാലും രാത്രിയിൽ മാത്രമേ വേട്ടയാടാൻ അവ പുറത്തിറങ്ങുള്ളൂ എന്നതിനാലുമാണ് ഇത്. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത വനമേഖല എന്നറിയപ്പെടുന്നത് പെരിയാർ ടൈഗർ റിസർവാണ്. അത് ആ മേഖല രൂപീകൃതമാകുന്നത് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പാണ്. നെല്ലിക്കാംപെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതെങ്ങനെ അറിയപ്പെടാനുള്ള കാരണം അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ നായാട്ട് വിനോദത്തിനായിട്ട് ഇട്ട ഒരു പേരും ആ മേഖലയുമാണ് പിന്നീട് ഇങ്ങനെ ആയി മാറിയത്. ഏതാണ് ഈ PTR, അതായത് പെരിയാർ ടൈഗർ റിസർവ് എന്ന മേഖലയായി മാറി വന്നത്. കാരണം അത്രയ്ക്ക് ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയതാണ്. അതിപ്പോഴും സർക്കാർ അത് തന്നെ സംരക്ഷിത മേഖലയായി ഇപ്പോഴും അതിനെ കരുതുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. പതിനെട്ട് 19 നൂറ്റാണ്ടുകളിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഈ മേഖല. 1934 പെരിയാർ ലേക്ക് റിസർവ് നെല്ലിക്കാംപട്ടി എന്ന പേരിൽ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായി. ആധുനിക ദക്ഷിണ കേരളത്തിൽ ഭൂരിഭാഗവും, കന്യാകുമാരി ജില്ലയും അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ തെക്കേ അറ്റവും തിരുവിതാംകൂർ രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം തിരുവിതാംകൂർ കൊച്ചിയുമായി ലയിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചു. ഇത് വീണ്ടും കുറച്ചുകാലത്തിനു ശേഷം മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലയുമായി ചേർന്ന് കേരളം രൂപീകരിച്ചു. തേയിലത്തോട്ടങ്ങളുടെ കയ്യേറ്റത്തിൽ നിന്ന് രാജാക്കന്മാരുടെ വേട്ടയാടൽ പ്രദേശം സംരക്ഷിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചത്. തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വനസംരക്ഷണത്തിനായി നിയമം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം SH റോബിൻസനെ വനസംരക്ഷണ ഓഫീസറായി നിയമിച്ചു. തുടർന്ന് രാജാവ് ഈ പ്രദേശം സംരക്ഷിക്കണമെന്നും പിന്നീട് ഒരു സങ്കേതമായി മാറണമെന്നും നിർദ്ദേശിച്ചു. 1934 ആദ്യത്തെ ഗെയിം വാർഡൻ കൂടിയായ SH റോബിൻസന്റെ ശുപാർശ പ്രകാരം തടാക സംരക്ഷണ കേന്ദ്രം ഒരു ഗെയിം സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയായി മാറി. ഗെയിം സങ്കേതം ഏകദേശം 500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതായിരുന്നു. 1950 പെരിയാർ വന്യജീവി സങ്കേതം സൃഷ്ടിക്കുന്നതിനായി കുറച്ചു പ്രദേശം കൂടി ചേർത്ത് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പുനർനാമകരണം ചെയ്തു.
ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഈ പെരിയാറിന്റെ തീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എപ്പോഴും ആ ടൗണിലൂടെ പോകുന്ന പെരിയാറിന്റെ തീരത്തല്ല. പെരിയാർ ഉത്ഭവിക്കുന്നതിന് തൊട്ടടുത്താണ്, ഉത്ഭവ സ്ഥലത്തല്ല. ഈ എവിടെയാണ് പെരിയാർ നദി തുടങ്ങുന്നത് എന്ന് ഒരുപക്ഷെ ചിലർക്ക് അറിയില്ലായിരിക്കാം. ഇതിനകത്ത് ശിവഗിരി മലനിരകൾ എന്ന് പറയുന്ന ഒരു മലനിരകളുണ്ട്. ആ മലനിരകൾ ഇതിൻ്റെയൊക്കെ പുറകിലാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് ഈ പെരിയാർ ഉത്ഭവിക്കുന്നത്. ഇനി ഈ പെരിയാർ നേരെ വന്നിട്ട് മുല്ലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അവിടെ നിന്ന് മുല്ലയാറുമായിട്ട് ചേർന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മുല്ലയാർ, ഈ മുല്ലയാറും പെരിയാറും കൂടെ ചേർന്നാണ് മുല്ലപ്പെരിയാറാകുന്നത്. അങ്ങനെ ആ മുല്ലപ്പെരിയാറിലൂടെയാണ് നമ്മുടെ ഡാം വരുന്നതും. പിന്നെ ആ ഡാമിൻ്റെ വാർത്തകൾ നമ്മൾ അറിയാമല്ലോ. മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പിന്നെ വിവാദങ്ങളിലേക്കൊക്കെ പോയ ഡാമാണ്. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. ഈ നദിക്ക് നിരവധി പ്രധാന പോഷക നദികളും ചെറു പോഷക നദികളുമുണ്ട്. ഇതൊടുവിൽ പെരിയാർ തടാകത്തിലേക്ക് ഒഴുകുന്നു. 850 മീറ്റർ ഉയരത്തിൽ 31 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള പെരിയാർ തടാകം ഒരു അണക്കെട്ടിന്റെ കൃത്രിമ ജലസംഭരണിയായി വർത്തിക്കുന്നു. പെരിയാർ വടക്കോട്ടൊഴുകി ഒടുവിൽ മുല്ലക്കുടിയിൽ വെച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു പോഷക നദിയായ മുള്ളയാറിൽ ലയിക്കുന്നു. പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നു. പെരിയാർ, മുള്ളിയാർ നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന മുള്ളിയാർ അണക്കെട്ടിൽ നിന്നാണ് തടാകം രൂപപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ നീളവും ഏറ്റവും വലിയ ജലപ്രവാഹ ശേഷിയുമുള്ള നദി. ഈ പ്രദേശത്തെ ചുരുക്കം ചില വറ്റാത്ത നദികളിലൊന്നാണിത്. കൂടാതെ നിരവധി വലിയ നഗരങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നു. വ്യാവസായിക വാണിജ്യ മേഖലകളിലൂടെ ഒഴുകുന്ന ഇത് ഇടുക്കി അണക്കെട്ട് വഴിയാണ് കേരളത്തിന്റെ വൈദ്യുതിയുടെ ഒരു പ്രധാന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത്. മേഘമല, മണലാർ, ഈ രണ്ട് സ്ഥലങ്ങളും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ല, ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഇത് രണ്ടും, ഈ മേഘമല തമിഴ്നാടാണ്, മണലാറിന്റെ ഒരു ഭാഗം കേരളത്തിന്റെ PTR ഉൾപ്പെടുന്നതാണ്. നേരത്തെ പറഞ്ഞ പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെടുന്നതാണ്. ഈ 925 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ വനമേഖലയെ കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ആ ഭാഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 90-100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം മേഘമല വരാൻ. മേഘമലയിൽ നിന്ന് വേണം മണലാറിലേക്ക് പോകാൻ. ഈ മണലാറിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് അങ്ങോട്ട് പിന്നെ നമ്മുടെ PTRന്റെ ടൈഗർ റിസർവിന്റെ ഒരു ഭാഗം വരുന്നുള്ളൂ. അപ്പോൾ അതായത് ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് അവരുടെ ആ ബോർഡറിൽ നിന്ന് 42 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ നടന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ കുമളിയുടെ ഭാഗത്തേക്ക് വരാൻ പറ്റും. 45 കിലോമീറ്ററോ അല്ലെങ്കിൽ 42 കിലോമീറ്റർ എക്സാക്ട്ലി അത്രയും വരില്ല. നടന്നു വരാൻ മാത്രം, വണ്ടികൾ കയറ്റി വിടില്ല, നടന്നു വരാൻ മാത്രമേ പറ്റുള്ളൂ. അതുവഴി ആർക്കും പോകാനും പറ്റില്ല. പോകാൻ പറ്റുന്നത് ഒരു ടീമിന് മാത്രമേ ഉള്ളൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ ഇവിടെ വരാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പ്രത്യേക പെർമിഷൻ തമിഴ്നാട് സർക്കാരിൻ്റെയൊക്കെ വാങ്ങിയതിന് ശേഷം ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർക്ക് കൃത്യമായി വരാൻ പറ്റും. ട്രക്കിങ്ങിന് പോയവരുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അവരുടെ വിശേഷങ്ങൾ കേൾക്കുകയും ചെയ്യാം, മാത്രമല്ല അത് കാണുകയും ചെയ്യാം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഒരു അതിർത്തിയിലേക്കാണ് ഇനി യാത്ര. മേഘമല വഴി മണലാർ. തേക്കടി ഉൾപ്പെടുന്ന കുമളിയിൽ നിന്ന് മലയിറങ്ങി 75 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറച്ച് മുന്തിരിപ്പാടങ്ങളും കാറ്റാടിയന്ത്രങ്ങളും തമിഴ്നാടിന്റെ കർഷക ജീവിതവും കണ്ട് വീണ്ടും മല കയറുമ്പോൾ മേഘമലയായി. മല കയറുന്നതുവരെ ഒരു ശരാശരി തമിഴ്നാട്ടിലൂടെയുള്ള യാത്രാ അനുഭവമേ ഉള്ളൂ. തമിഴ്നാട്ടിലൂടെ ചുറ്റിവളഞ്ഞു മാത്രമേ റോഡുള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും സഞ്ചരിക്കേണ്ടി വരുന്നത്. കുമളിയിൽ നിന്ന് കാടുകയറി നടന്നു വന്നാൽ കേരള വനാതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമേ മേഘമലയിലേക്കുള്ളൂ. അത് പക്ഷേ കേരള വനം വകുപ്പ് അനുവദിക്കാറില്ല. തമിഴ്നാട് വഴി മേഘമല വഴി കേരള തമിഴ്നാട് വനാതിർത്തിയായ മണലാറിലെത്താം. അങ്ങനെ തുടങ്ങുന്നു ടൈഗർ റിസർവിന്റെ തുടക്കം. ടൈഗർ റിസർവിന്റെ കിഴക്കൻ ഭാഗം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ട്രക്കിങ്ങിന് യോജിച്ച പ്രദേശമാണിവിടെ.
മുളങ്കാടുകളാണ്. എന്താണ് ഈ മുളങ്കാടുകളെന്നും എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു രഹസ്യം, ഇത് കണ്ടോ, നമ്മൾ യഥാർത്ഥത്തിൽ പറയാറുണ്ട് ആനയും പേടിക്കണം ഇതിനെയും പേടിക്കണമെന്ന്. ഇത് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ആന പോയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ അടുത്തെവിടെയോ ഉണ്ട്. റോഡിലിറങ്ങാം, കാട്ടിനുള്ളിലേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ കാടിനകത്തേക്ക് കയറരുത് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ പ്രത്യേക സംരക്ഷണ മേഖലയാണ് ഇത്. അതായത് ഏത് സമയത്ത് എപ്പോഴും വേണോ ഈ പറയുന്ന മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതായിപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഈ മരം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്പം ഒരു കളർ വ്യത്യാസമില്ലേ, ചെളിയാണ്. എങ്ങനെ ഈ മുകളിലേക്ക് ഇത്രയും ഉയർന്ന മരത്തിൽ ഇങ്ങനെ ഒരു ചെളി വന്നു എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളിവിടെ യാദൃശ്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരോട്, എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ ആദിവാസി മേഖലകളിലുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയാണ്, ആന വന്നിട്ട് അവരെന്താ പറയുക, നമ്മുടെ ഇവിടെ നാട്ടുപ്രദേശത്ത് സംസാരം പോലെ ചൊറിയുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക എന്ന് പറയുന്നത് പോലെയുള്ള സംഭവമാണ്. ആന ഇത്തരം മരത്തിൻ്റെ വന്നിട്ട് ഈ മണ്ണൊക്കെ വാരി ദേഹത്തൊക്കെ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം വന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇത് ഇവിടെ നിന്ന് ഉരയ്ക്കുകയാണ്. ഇവിടെ ഈ മരത്തിലും അവിടെയൊക്കെ കാണുന്നുണ്ട്, അവിടെയൊക്കെ ഉള്ള മരങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഇത് പാടാണ്. അല്ലാതെ ഇത് വേറെ ആരും ഈ ചെളിയൊന്നും വാരി ഈ കാട്ടിനകത്ത് തേക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും അത് എത്രയോ വർഷങ്ങളായിട്ട് ഈ നിൽക്കുന്ന മരമാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് മണ്ണ് വേണമെങ്കിൽ അത് തൂർത്ത് കാണിക്കണ്ട, ചെളിയാണ്, ചെളിതാ. ചെളി എങ്ങനെയാണ് ഈ മരത്തിലേക്ക് വന്നു എന്നുള്ള ചോദിച്ചപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആനകളും കടുവകളും കാട്ടുപോത്തുമടങ്ങുന്ന സമ്പന്നമായ വന്യജീവികളുടെ സാന്നിധ്യമാണ് പെരിയാറിനെ വേറിട്ടതാക്കുന്നത്. 2 ജില്ലകളിലായി 925 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഹരിതാഭ കൂടിയാണ് പെരിയാർ കടുവാ സങ്കേതം. മുല്ലപ്പെരിയാർ ഡാമിനോളം തന്നെ ചരിത്രമുണ്ട് പെരിയാർ കടുവാ സങ്കേതത്തിൽ. ആദ്യം പെരിയാർ ലേക്ക് റിസർവ് എന്നായിരുന്നു പേര്. പിന്നീട് പെരിയാർ ലേക്ക് റിസർവ് നെല്ലിക്കാമ്പട്ടി എന്ന പേരിൽ 1935 സംസ്ഥാനത്തെ ആദ്യത്തെ വന്യജീവി സങ്കേതമായി മാറി. പെരിയാർ കടുവ സങ്കേതമായി 1950 പ്രഖ്യാപിക്കുന്നത്. ഔദ്യോഗിക രേഖകളിലാണ് ഈ പേരുമാറ്റമെല്ലാം. മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റുമായി വ്യാപിച്ചു കിടക്കുന്ന 925 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം അത്യപൂർവമായ സസ്യങ്ങളാൽ സമ്പന്നമാണ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി കിടക്കുന്ന പെരിയാർ കടുവാ സങ്കേതം ജൈവ വൈവിധ്യം കൊണ്ടും സമ്പന്നമാണ്. 76 സസ്തനികൾ, 338 ഇനം പക്ഷികൾ, 68 ഇനം ഉരഗങ്ങൾ, 64 ഇനം ഉഭയജീവികൾ, 38 ഇനം മത്സ്യങ്ങൾ എന്നിവയെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 207 ഇനം ചിത്രശലഭങ്ങളും 1980 ഇനം സസ്യങ്ങളുമുണ്ട്. കടുവ ആഹാര ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തു നിൽക്കുന്നതിനാൽ ചെറിയ ഇനം സസ്തനികളെ വരെ ഇവിടെ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് പരിപാലിക്കപ്പെടുന്നത്. 1991 പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രോജക്ട് എലിഫന്റ് എന്ന പദ്ധതിയും സർക്കാർ നടപ്പാക്കി. എന്നെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട് അനിയ എന്ന് പറയുന്ന ഒരു സിനിമാ ഡയലോഗുണ്ട് തുടരും സിനിമയിൽ. അതിവിടെ പറയാനുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഈ PTR ആണ്, അതായത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാർ ടൈഗർ റിസർവിനെ കുറിച്ചാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അറിയാനുണ്ട്. പലരും ഒക്കെ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ വളരെ റിസർവ്ഡ് ഏരിയ ആണ്. പരിമിതമായ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കയറാനും ഇതിനെക്കുറിച്ച് പറയാനും ഒക്കെ അർഹതയുള്ളൂ, അവകാശമുള്ളൂ. അത് വനം വകുപ്പിൻ്റെ കർശന നിർദ്ദേശമാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ പെരിയാർ ടൈഗർ റിസർവിന് 2 ഭാഗങ്ങളുണ്ട്, ഈസ്റ്റും വെസ്റ്റും. അത് ഒരുപക്ഷെ വനത്തെ സ്നേഹിക്കുന്നില്ല, വനത്തിലേക്ക് കയറുന്നവർക്കെല്ലാം അറിയായിരിക്കും. 2 ഭാഗങ്ങളാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കാരണം ഞാൻ നിൽക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്, അതായത് പെരിയാറിൻ്റെ ഈസ്റ്റ് ഭാഗം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണിത്. ഇനി ഈസ്റ്റ് വെസ്റ്റ് സൈഡിലേക്ക് പോവാം. വെസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണല്ലേ? ഈ കാണുന്ന മലയുടെ മറു സൈഡാണ്. ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ കാണാൻ കഴിയില്ല. ഒരു പക്ഷേ കുറച്ചുകൂടി ഈ കോടമഞ്ഞൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാണണമെന്നുണ്ടെങ്കിൽ ആ മലയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബരിമലയുടെ ഭാഗം കാണാൻ പറ്റുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നമ്മൾ പക്ഷേ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്
നമുക്കിപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റാതെ ഒന്നുകിൽ നമുക്ക് ആ മലയിലേക്ക് പോകേണ്ടി വരും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും വിശേഷങ്ങളുണ്ട് കാണാനും കേൾക്കാനും വിവരിക്കാനും. കമാ. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളെത്തുന്ന തേക്കടിയും ശബരിമലയും പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. 1998 ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കിയ ഇക്കോ ഡെവലപ്മെന്റ് പദ്ധതിയാണ് പെരിയാറിനെ ലോകശ്രദ്ധയിലെത്തിച്ചത്. പദ്ധതിയിലൂടെ വനത്തെ ആശ്രയിച്ചും ചേർന്നും കഴിഞ്ഞവരെ വനസംരക്ഷകരാക്കി, കാട്ടുകള്ളന്മാരെ വരെ കാടിന്റെ കാവൽക്കാരാക്കി. ഇത് പിന്നീട് രാജ്യത്ത് മുഴുവൻ നടപ്പാക്കി. ഇവിടെ തുടങ്ങിയ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ഇന്ന് ഇന്ത്യയിലെ 54 കടുവാ സങ്കേതങ്ങളിലുമുണ്ട്. കടുവകളും കാട്ടാനകളും കാട്ടുപോത്തുകളും മ്ലാവും മാനും കേഴയും കരടിയുമടക്കം 76 സസ്തനികളും ഈ വനമേഖലയിൽ അധിവസിക്കുന്നു. വന്യജീവികൾ മാത്രമല്ല, വിവിധ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഈ കാടിനെ ആശ്രയിച്ച് അധിവസിക്കുന്നുണ്ട്. ഇവർക്കുവേണ്ടി ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കിയ ഇക്കോ ഡെവലപ്മെന്റ് പദ്ധതി ലോകശ്രദ്ധയിലെത്തി. വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ടൂറിസം പദ്ധതികളിലൂടെയാണ് സാധാരണക്കാർക്ക് പെരിയാറിനെ അറിയാനുള്ള അവസരമൊരുക്കുന്നത്. വിദേശികളടക്കം 10,000-കണക്കിന് പേർ ഓരോ വർഷവും പെരിയാറിലെത്തി മടങ്ങുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടിയാണ്.